പിണറായിയിൽ നിന്ന് മുകേഷിനെ എന്ത് വില കൊടുത്തും രക്ഷിക്കും. വിലയേറിയ താരമാണ് അദ്ദേഹം. 79 ലക്ഷം രൂപ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലേലത്തുകയായിട്ട് കിട്ടിയതാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. 79 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ താരമൂല്യം. MLA മുകേഷ് ശ്രീ മുകേഷിന് ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേരള പോലീസ് ഹൈക്കോടതിയിൽ ചെല്ലുകയാണ്. ജാമ്യം നൽകരുതെന്നും കസ്റ്റഡിയിൽ വേണമെന്നും ചോദ്യം ചെയ്യണം പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. പക്ഷെ ഇന്നലെ പാർട്ടി CPM പറഞ്ഞു വെച്ചാൽ മുകേഷ് രാജിവെക്കേണ്ട, പാർട്ടി സംരക്ഷണം നൽകി. പക്ഷെ സർക്കാർ ഇപ്പൊ അതിന് വിപരീതമായിട്ട് നിൽക്കുന്നത്. ഇതിലൊന്നും വലിയ കഴമ്പൊന്നുമില്ല. ഇതിപ്പോ ഈ വലിയ നാടകത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി അതിനേക്കാൾ വലിയൊരു അന്തർനാടകം ഇപ്പൊ നടന്നിരിക്കുകയാണ്. EP ജയരാജനെ തരം താഴ്ത്തി അദ്ദേഹത്തിന്റെ LDF കൺവീനർ സ്ഥാനം നഷ്ടപ്പെടുത്തി. അതുപോലെ തന്നെ PV അൻവറിനെ കൊണ്ടൊരു നാടകം അവിടെ കളിപ്പിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള അതിനാടകങ്ങൾ കളിച്ചുകൊണ്ട് ഈ സിനിമയിലെ അഭിനയ സിദ്ധി ഉള്ളവരുടെ ഈ അഭിനയത്തെയൊക്കെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റും ഡയലോഗും അതുപോലെ തന്നെ ഒരു തിരനാടകവുമാണ് ഇപ്പോൾ കേരള ഗവൺമെന്റ് നടത്തിയിരിക്കുന്നത്. വളരെ ആസൂത്രിതമായിട്ടത് മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയായിരുന്നു. ആ ലക്ഷ്യം അവർ സാധിക്കുകയും ചെയ്തു. ഇനി എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മുടെ വിഷയമല്ല, മാധ്യമങ്ങളുടെ വിഷയമല്ല. അവരതിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് സാധ്യത. എങ്കിൽ ഇപ്പോൾ പോലീസ് അവരുടെ പ്രൊഫഷണലിസം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ജാമ്യത്തെ ചോദ്യം ചെയ്യുകയും കോടതിയിൽ ജാമ്യം കൊടുക്കാൻ പാടില്ലെന്ന് പറയുകയും ചെയ്തു. അത് ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം പഴയതും പുതിയതും പ്രകാരം ഇങ്ങനെയുള്ള പ്രതികളിൽ ജാമ്യം അനുവദിക്കാൻ പാടില്ലാത്ത എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സെഷൻസ് ജഡ്ജി ഇങ്ങനെ ഒരു വിധി നടത്തി എന്നുള്ളത് വളരെ വിചിത്രമായി തോന്നുന്നു. അപ്പൊ അതിനെതിരെ അനിൽ അക്കര ഒരു പരാതിയുമായിട്ട് പോയിട്ടുണ്ട്. ഇത് ബന്ധുത്വം കൊണ്ട് കിട്ടിയ ജാമ്യമാണ്. അത് അല്പായുഷമാണ്. 3-ാം തീയതി അതിന്റെ കാലാവധി തീരും. പക്ഷേ എന്നിട്ട് കാര്യമില്ല. ജയിലിൽ പോകേണ്ടി വന്നാലും, ജാമ്യം കിട്ടാതെ ജയിലിൽ പോകേണ്ടി വന്നാലും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അപ്പൊ പിന്നെ എന്നാലും മുകേഷ് MLA ആയിട്ട് തുടരും. അദ്ദേഹം ബൃന്ദ കാരാട്ടിനെ പോലും തള്ളി പറഞ്ഞു. ബൃന്ദ കാരാട്ട് അല്ല, സംസ്ഥാന സെക്രട്ടറിയാണ് അഭിപ്രായം പറയേണ്ടത്. ബിനോയ് വിശ്വം പറഞ്ഞതുപോലെ അദ്ദേഹവും പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പോളിറ്റ് ബ്യൂറോ അംഗവും ദീർഘകാലം സ്ത്രീപക്ഷത്ത് നിൽക്കുകയും ചെയ്ത ബൃന്ദ കാരാട്ടിനെ പോലും തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, ഇതിന്റെ എല്ലാ അനുഗ്രഹാശിസുകൾ വരുന്നത് പിണറായിയിൽ നിന്ന് മുകേഷിനെ എന്ത് വില കൊടുത്തും രക്ഷിക്കും. വിലയേറിയ താരമാണ് അദ്ദേഹം. 79 ലക്ഷം രൂപ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ലേലത്തുകയായിട്ട് കിട്ടിയതാണെന്നുള്ളത് പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. 79 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന്റെ താരമൂല്യം. തോൽക്കാൻ വേണ്ടി കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ കിട്ടിയത്. അതേസമയം പലർക്കും കിട്ടിയത് 4 ലക്ഷവും അതിൽ താഴെയൊക്കെയാണ്. അപ്പൊ എത്ര മൂല്യമുള്ള ഒരു താരമാണ്. അദ്ദേഹത്തിനെ അവർ കൈവിടുകയില്ല എന്ന് വളരെ വ്യക്തമായി. തന്നെയല്ലല്ലോ ഇപ്പൊ മൊത്തത്തിൽ അഭിനയമാണല്ലോ. മോഹൻലാലും വന്ന് ഈ കണ്ണീരൊലിപ്പിക്കുന്ന ജീവിതം നശിച്ചു പോയ പെൺകുട്ടികളെ കുറിച്ചല്ലോ പറയുന്നത്. സിനിമയെ രക്ഷിക്കണമെന്നാണ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള മയക്കുമരുന്നിനും കള്ളിനും അതുപോലെ തന്നെ ബലാത്സംഗം അതുപോലെ തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനം ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ രക്ഷിക്കണമെന്നുള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പേരെടുത്താരുടെയും പറഞ്ഞിട്ടില്ലെങ്കിലും എന്നിട്ട് ചോദ്യങ്ങളും ചോദിക്കും. മുകേഷ് രാജിവെക്കേണ്ട ആവശ്യമില്ല, മുകേഷിനെ സംരക്ഷിച്ചിട്ടുണ്ട്, ഇപ്പൊ രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ ഹൈക്കോടതി സെപ്റ്റംബർ 3 വരെ, അത് മറ്റന്നാൾ വരെ അറസ്റ്റ് ചെയ്യലെന്നും വാർത്ത വന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാവിലെ വന്ന വാർത്തയാണ് പോലീസ് ജാമ്യത്തിനെ എതിർക്കും. ഈ കേരളത്തിലെ പോലീസിനെ ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. ഈ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉണ്ടായിരുന്ന സംസ്ഥാന കമ്മിറ്റിയായിട്ട് ഇന്നലെ ഇത് അതായത് ഞാൻ പറഞ്ഞത്, ഇത് നാടകമാണ്. ഡബിൾ സ്റ്റാൻഡേർഡ്, ഇരട്ടത്താപ്പ്. ഒരു വശത്തോട് ഇങ്ങനെ പറയും. കാരണം എന്താണെന്ന് പറഞ്ഞു മനസ്സിലായില്ല. വളരെ വ്യക്തമല്ലേ. അത് കോടതി കേസ് നിൽക്കുക. അപ്പോൾ പോലീസിന് ഇങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു പോക്കാൻ ബീച്ചുകൾ കാട്ടിക്കേ പറ്റൂ. ഇതെല്ലാം അവസാനിക്കുന്ന എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഇതിനകത്തൊക്കെ വളരെ വ്യക്തതയുണ്ട്. ഇതൊന്നും പോവുകയില്ല. അദ്ദേഹത്തിന്റെ MLA സ്ഥാനാദ്യമേ തന്നെ പറഞ്ഞു, MLA സ്ഥാനം തെറിക്കുകയില്ല, പോവുകയില്ല, അവർ കൈവഴിയുകയില്ല. അദ്ദേഹത്തിനെ ജയിലിലിട്ടൊന്നും ഇരിക്കട്ടെ. ചിലപ്പോൾ നാടകത്തിന് വേണ്ടി ദിലീപിനെ ജയിലിലിട്ട പോലെ ജയിലിലിട്ടൊന്നും ഇരിക്കുക അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ MLA സ്ഥാനം നഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, വിടില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു വെറും അഭിനയമാണ്, ഒരു നാടകമാണ്. ഇത് വലിയ പ്രസക്തിയൊന്നും ഇല്ല.